ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെ നാലാമത്തെ മോഡ്യൂളായ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന പാഠമാണ്. ദ വേർഡ് എത്തിക്സ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ് എത്തോസ് വിച്ച് മീൻസ് കസ്റ്റമറി ഒരു ഹാബിറ്റ്ഫുൾ കോണ്ടാക്ട്. അതായത് നമ്മൾ നിത്യജീവിതത്തിൽ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് എത്തിക്സ് എന്ന് പറയുന്നത്, അല്ലെ ധാർമ്മികത. ധാർമ്മികത എന്ന് പറയുന്ന പദം ഉരുത്തിരിഞ്ഞു വന്നത് ഗ്രീക്ക് വേർഡായ എത്തോസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നുമാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിവ് അല്ല എങ്കിൽ പതിവ് പെരുമാറ്റം എന്നാണ് ഈ ഒരു വാക്കിൻ്റെ അർത്ഥം. Ethics also referred to as a moral philosophy. It is a branch philosophy which tries to study the issues related to with the morality. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിക്സിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു കാര്യമാണ് ധാർമ്മികത എന്ന് പറയുന്നത്. ധാർമ്മികതയെ പറ്റി പഠിക്കുന്ന ഒരു പഠനശാഖയുടെ ഒരു ഭാഗമാണ് എത്തിക്സ് എന്ന് പറയുന്നത്. സം ഓഫ് ദി വൈഡ്ലി ഫോളോഡ് എത്തിക്കൽ ക്രൈറ്റീരിയ ബിലോങ് കൾച്ചർ, റിലീജിയൻസ് ആൻഡ് ഫിലോസഫി. അതായത് നമ്മുടെ ജീവിതത്തിൽ എത്തിക്സ് അഥവാ ധാർമ്മികത എന്ന് പറയുന്നത് ഉരുത്തിരിഞ്ഞു വരുന്നത് ആളുകളുടെ സംസ്കാരത്തിൽ നിന്നും അല്ല എങ്കിൽ മതവിശ്വാസങ്ങളിൽ നിന്നും അല്ല എങ്കിൽ എന്താണ് ആളുകളുടെ ഓരോ സൈദ്ധാന്തികമായിട്ടുള്ള ചിന്താധാരയിൽ നിന്നുമാണ് ധാർമ്മികത എന്ന് പറയുന്ന പദം ഉരുത്തിരിഞ്ഞു വരുന്നത്. എത്തിക്സ് ഇസ് എനേബിൾ പീപ്പിൾ ടു മേക്ക് ക്ലിയർ സെപ്പറേഷൻ ഓഫ് ഡസ് ആൻഡ് ഡസ് നോട്ട് ഇൻ ദെയർ ലൈഫ്. അതായത് ഈ ഒരു ധാർമ്മികതയാണ് ആളുകളെ കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്ത് കൂടാത്തത് എന്നുള്ളൊരു സെപ്പറേഷൻ ആളുകൾക്കിടയിൽ സൃഷ്ടിച്ചെടുക്കുന്നത്. എത്തിക്സ് ഈസ് പ്രൈമറി കൺസേൺഡ് വിത്ത് ദ അസർട്ടൈൻമെൻറ്റ് ഓഫ് ഗുഡ് ഓർ ബാഡ്, റൈറ്റ് ഓർ റോങ്, ജസ്റ്റിസ് ആൻഡ് ഇൻജസ്റ്റിസ്, വെർച്യൂ ആൻഡ് ദ വൈസ് ഓഫ് ദി ബിഹേവിയർ ആൻഡ് ആക്ഷൻസ് ഓഫ് ദി ഇൻഡിവിജ്വൽ. ആളുകൾക്കിടയിൽ നല്ലതെന്താണ്, ചീത്ത എന്താണ്, സത്യം എന്താണ്, അസത്യം എന്താണ്, അതുപോലെ തന്നെ നീതി എന്താണ്, അനീതി എന്താണ്, ഇങ്ങനെയൊരു വേർതിരിവ് കൊണ്ടുവരാൻ ആളുകൾക്കിടയിൽ സാധിക്കുന്നത് ധാർമ്മികത ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇനി എത്തിക്സ് ക്രിയേറ്റ് ദ ഫ്രെയിംവർക്ക് ഫോർ ക്ലാരിറ്റി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ് ആക്ഷൻസ്. അതായത് ആളുകൾക്കിടയിൽ ഒരു ശരിയായ പ്രവർത്തനം, തെറ്റായ പ്രവർത്തനം എന്നിവ തിരിച്ചറിയുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും വേണ്ടിയുള്ള ഒരു ചട്ടക്കൂട് നിർമ്മിച്ചെടുക്കുവാൻ ധാർമ്മികത കൊണ്ട് സാധിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഓഫ് എത്തിക്സ് ആർ വാല്യൂ ഓഫ് അതേഴ്സ്, വാല്യൂ ഓഫ് സൊസൈറ്റി ആൻഡ് വാല്യൂ ഓഫ് സെൽഫ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ധാർമ്മികതയുടെ വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യമാണ് വാല്യൂ ഓഫ് അതർ. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ എങ്ങനെ നോക്കിക്കാണുന്നു അല്ലെങ്കിൽ അയാളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്. ഇതുകൂടാതെ വാല്യൂ ഓഫ് സൊസൈറ്റി, സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ എന്തൊക്കെയാണ്. ഹൗ പേഴ്സൺ ഡീൽസ് വിത്ത് ഹിസ് സൊസൈറ്റി, ഒരു വ്യക്തി തങ്ങളുടെ സമൂഹവുമായിട്ട് എങ്ങനെയാണ് ഇടപഴകുന്നത്. ദ വാല്യൂ ഓഫ് സെൽഫ്, അതായത് നമ്മൾക്ക് ഒരു മനുഷ്യൻ്റെ ആന്തരികമായിട്ടുള്ള മൂല്യങ്ങൾ എന്തൊക്കെയാണ്. ദ പേഴ്സണൽ ക്വാളിറ്റീസ്, നമ്മുടെ വ്യക്തി ഗുണങ്ങൾ. പ്രിൻസിപ്പിൾസ് ഓഫ് ലൈക്ക് ട്രൂത്ത്നെസ്, കൈൻഡ്നെസ് ആൻഡ് ഡിസിപ്ലിൻ, സെൽഫ് കൺട്രോൾ എക്സെട്ര. അതായത് സ്വയം നിയന്ത്രണം, അതുപോലെ തന്നെ എന്താണ് സത്യസന്ധത, അതുപോലെ തന്നെ അച്ചടക്കം മുതലായിട്ടുള്ള നമ്മുടെ പെരുമാറ്റ രീതിയെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ധാർമ്മികത എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു വ്യക്തിയെ ശരിയായ ദിശയിൽ രൂപം നൽകുവാനും ശരിയായ രീതിയിൽ നയിക്കുവാനും ധാർമ്മികപരമായിട്ടുള്ള മൂല്യങ്ങൾ ആവശ്യമാണ്. അതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് എന്ന് പറയുന്നത് ബിസിനസ് എത്തിക്സ് ആണ്. അതായത് ബിസിനസ്സിൽ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ധാർമ്മികത എന്താണ്, അല്ലെങ്കിൽ ബിസിനസ്സിൽ ധാർമ്മികത കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, ആ കാര്യമാണ് പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. ബിസിനസ് എത്തിക്സ് ഈസ് എ ഡിസിപ്ലിൻ ഓഫ് അപ്ലൈഡ് എത്തിക്സ് ദാറ്റ് അനാലിസിസ് ഓഫ് മോറൽ ക്വാളിറ്റീസ് ഓഫ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി. അതായത് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളിലെ അച്ചടക്കവും അതുപോലെ തന്നെ വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളെ ശരിയായ ദിശയിൽ കൊണ്ടുവരുന്നതിനും വേണ്ടി ബിസിനസ്സിൽ പാലിക്കേണ്ട ധാർമ്മിക മൂല്യങ്ങളെയാണ് ബിസിനസ് എത്തിക്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ബിസിനസ്സിലെ വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളെ ശരിയായ ദിശയിൽ നയിക്കുന്നതിനും ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടി ബിസിനസ്സിൽ പാലിക്കേണ്ടതായിട്ടുള്ള അച്ചടക്കത്തെയും അതുപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങളെയുമാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബിസിനസ് എത്തിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഓഫ് ഡീൽസ് വിത്ത് പ്രിൻസിപ്പിൾസ്, വാല്യൂ, സ്റ്റാൻഡേർഡ് ദാറ്റ് ഡിസ്ക്രൈബ് ദ റൈറ്റ് കണ്ടക്ട് ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളെ ശരിയായ ദിശയിൽ നയിക്കുന്നതിന് വേണ്ടിയുള്ള മൂല്യങ്ങളെയും അതുപോലെ തന്നെ തത്വങ്ങളെയും അതുപോലെ തന്നെ പ്രവർത്തന നിലവാരങ്ങളെയുമാണ് നമ്മൾ ബിസിനസ്സിൻ്റെ ധാർമ്മികത എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ബിസിനസ്സിനെ ശരിയായ ദിശയിൽ നയിക്കുവാൻ പ്രാപ്തിയുള്ളവയാക്കുന്നു. ഇറ്റ് റെഫർ ടു മോറൽ വാല്യൂസ് വിച്ച് ഇൻഫ്ലുവൻസ് ദ ബിസിനസ് ഓപ്പറേഷൻ, പ്രിവെൻറ്റ് ദ ബിസിനസ് ഹൗസസ് ഫോർ അച്ചീവിംഗ് ദ ഗോൾസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ബൈ സാക്രിഫൈസിംഗ് ദി ഇൻട്രസ്റ്റ് ഓഫ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്.
ഇറ്റ് റെഫർ ടു മോറൽ വാല്യൂസ് വിച്ച് ഇൻഫ്ലുവൻസ് ദി ബിസിനസ് ഓപ്പറേഷൻ. അതായത് ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെ ആണ് പ്രധാനമായിട്ടും നമ്മൾ ബിസിനസ് എത്തിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളെയാണ് നമ്മൾ ബിസിനസ്സിൻ്റെ ധാർമ്മികത മൂല്യം എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇത് ബിസിനസ്സിൻ്റെ പങ്കാളികളുടെ ഓരോ ഇടപെടലുകളും അവരുടെ ഓരോ പ്രയത്നത്തെയും ബലിയർപ്പിച്ചുകൊണ്ട് ബിസിനസ്സിൻ്റെ പങ്കാളികളായിട്ടുള്ള മറ്റാളുകളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ബിസിനസ്സിനെ സഹായിക്കുന്ന ഒന്നാണ് ഈ ബിസിനസ്സിൻ്റെ ധാർമ്മികത മൂല്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിൽ പങ്കാളികളാകുന്ന ഓരോ വ്യക്തിയുടെയും അധ്വാനത്തെയും അവരുടെ പ്രവർത്തനത്തെയും ബലിയർപ്പിച്ചുകൊണ്ട് ബിസിനസ്സിൻ്റെ ഉടമസ്ഥരുടെ വാണിജ്യപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ ബിസിനസ്സിനെ പ്രാപ്തമാക്കുന്ന ബിസിനസ്സിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെയാണ് ബിസിനസ് എത്തിക്സ് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ബിസിനസ് ആക്ടിവിറ്റീസ് might be legal and profitable, but that does not mean that they are എത്തിക്കൽ. അതായത് ചിലപ്പോൾ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കൊണ്ട് ബിസിനസ് വളരെയധികം ലാഭത്തിലായിരിക്കാൻ പോകുന്നത്. പക്ഷേ അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുകയില്ല ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും ധാർമ്മിക മൂല്യങ്ങളിൽ അടിയുറച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ദ ബിസിനസ് ആക്ടിവിറ്റീസ് ഈസ് കൺസിഡർഡ് ആസ് ആൻ എത്തിക്കൽ ഇഫ് ഇറ്റ് ഈസ് ലീഗൽ ആൻഡ് സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് all the stakeholders of the business such as owners, employees, suppliers, creditors, customers, government, society and environment. എപ്പോഴാണ് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ധാർമ്മിക മൂല്യത്തിന് അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളുടെയും പ്രയത്നവും അധ്വാനവും മാനിച്ചുകൊണ്ട് നിയമവിധേയമായും അതുപോലെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാവരുടെയും താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ധാർമ്മിക മൂല്യത്തിൽ അടിയുറച്ചാണ് നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതായത് ഒരു ബിസിനസ് വളരെയധികം ലാഭത്തിലായിരിക്കാൻ പോകുന്നത്. പക്ഷേ ബിസിനസ് ലാഭത്തിലെത്തിയേക്കുന്നത് നിയമവിധേയമല്ലാത്ത പ്രവർത്തനങ്ങളിലൂടെയാണ്. അല്ലായെങ്കിൽ എന്താണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ താല്പര്യങ്ങളെയും അവരുടെ അവകാശങ്ങളെയും ഹനിച്ചുകൊണ്ടാണ് ബിസിനസ് ലാഭത്തിലെത്തിയിട്ടുള്ളതെങ്കിൽ ആ തരത്തിൽ നടക്കപ്പെടുന്ന ബിസിനസ് ആക്ടിവിറ്റീസ് ഒരിക്കലും ബിസിനസ്സിൻ്റെ ധാർമ്മിക മൂല്യത്തിന് ചേർന്നതല്ല. സോ ബിസിനസ് എപ്പോഴാണ് ധാർമ്മിക മൂല്യത്തിൽ അടിയുറച്ച് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ബിസിനസ് ധാർമ്മിക മൂല്യത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതിന് ബിസിനസ്സിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നിയമത്തിന് വിധേയവും അതുപോലെ തന്നെ ബിസിനസ് ലാഭത്തിലാകുവാൻ വേണ്ടി അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചുറ്റുപാടുള്ള ആളുകളുടെയും താല്പര്യങ്ങളെയും അവരുടെ അവകാശങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടാണ് അവരുടെ അവകാശങ്ങളെയും അവരുടെ താല്പര്യങ്ങളെയും ഹനിക്കാതെയാണ് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നിയമവിധേയവുമാണ് എങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളൊക്കെയും ധാർമ്മിക മൂല്യങ്ങളിൽ അടിയുറച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ, അതുപോലെ തന്നെ എന്താണ് ബിസിനസ്സിലെ കടക്കാർ, ക്രെഡിറ്റേഴ്സ്, സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന സപ്ലൈയേഴ്സ്, കസ്റ്റമേഴ്സ്, ഗവൺമെൻറ്, സൊസൈറ്റി, ബിസിനസ്സിൻ്റെ പരിസര ചുറ്റുപാടുള്ള ആളുകൾ, ഇവരുടെയൊക്കെയും താല്പര്യങ്ങളെയും അവകാശങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടും ഇവരുടെ അവകാശങ്ങളെയും താല്പര്യങ്ങളെയും ഹനിക്കാതെയുമാണ് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിയമവിധേയമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ രീതിയിൽ നടക്കുന്ന ബിസിനസ് പ്രവർത്തനങ്ങൾ നമുക്ക് എന്ന് പറയാൻ സാധിക്കും ബിസിനസ് എത്തിക്സിൽ അടിയുറച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറയാൻ സാധിക്കും. ആൻഡ് എത്തിക്കൽ ഡിസിഷൻ ഈസ് വൺ ഓഫ് that duly follows the laws and moral values of the society. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ധാർമ്മികപരമായിട്ടുള്ള തീരുമാനങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും സമൂഹത്തിലെ ധാർമ്മിക മൂല്യങ്ങളെയും അതുപോലെ തന്നെ സാമൂഹിക നിയമങ്ങളെയും പിന്തുടരുന്ന ഒന്നായിരിക്കും. So, in an ethical perspective, a business that pay no attention to values principles in its operation to earn money is a poor business. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ധാർമ്മിക മൂല്യങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു ബിസിനസ് ലാഭം നേടുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ധാർമ്മികപരമായിട്ടുള്ള മൂല്യങ്ങളും അതുപോലെ തന്നെ നിയമങ്ങളും പാലിക്കുന്നില്ല എങ്കിൽ ആ തരത്തിലുള്ള ബിസിനസ്സിൻ്റെ പ്രവർത്തനം ആ രീതിയിലുള്ള ബിസിനസ് എന്ന് പറയുന്നത് വളരെയധികം മോശം ബിസിനസ് ആയിരിക്കും. ദ റോൾ ഓഫ് എത്തിക്സ് ബിസിനസ് ഈസ് സെറ്റിംഗ് റൈറ്റ് ഗോൾസ്, സെലക്ടിങ് റൈറ്റ് വേ ആൻഡ് മേക്കിംഗ് ഡിസിഷൻസ് ആൻഡ് ഡൂയിങ് റൈറ്റ് ആക്ഷൻ സോ എൻഷുർ ഹോണസ്റ്റി ഫെയർനെസ് ഓഫ് ഇറ്റ്സ് ഓപ്പറേഷൻ. അതായത് ഒരു
ഒരു ബിസിനസ്സിൽ ധാർമ്മിക മൂല്യങ്ങളുടെ പങ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന് മുന്നോട്ട് പോകുവാൻ വേണ്ടി, അല്ലെങ്കിൽ ബിസിനസ്സിന് ലാഭം നേടുവാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ബിസിനസ്സിന് ഭാവിയിലേക്ക് വളർച്ച കൈവരിക്കാൻ വേണ്ടിയോ ഉള്ള ഒരു ലക്ഷ്യം, ശരിയായ രീതിയിലുള്ള ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്ഥാപിക്കുക. അതിനുവേണ്ടി ശരിയായ മാർഗത്തിലൂടെയും ശരിയായ തീരുമാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രയത്നിക്കുക. ഇതാണ് പ്രധാനമായിട്ടും ധാർമ്മിക മൂല്യങ്ങൾ കൊണ്ട് ധാർമ്മിക മൂല്യങ്ങൾക്കുള്ള ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് ഇതാണ്. അതുവഴി ഇതുകൂടാതെ തന്നെ എന്താണ്, ഡൂയിങ് റൈറ്റ് ആക്ഷൻ സോ ആസ് ടു എൻഷുർ ദ ഹോണസ്റ്റി ആൻഡ് ഫെയർനെസ് ഓഫ് ഇറ്റ്സ് ഓപ്പറേഷൻ. ഇങ്ങനെ ബിസിനസ്സിൻ്റെ ശരിയായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. അതുവഴി എന്താണ്, ബിസിനസ്സിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും സത്യസന്ധതയും അതുപോലെ തന്നെ എന്താണ്, കൂടുതൽ സുതാര്യതയും ഉറപ്പുവരുത്തുക. ഇങ്ങനെ ഈ ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ബിസിനസ്സിൽ ധാർമ്മിക മൂല്യങ്ങൾ സെറ്റ് ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളുടെ പ്രധാനപ്പെട്ട പങ്ക് ഇതാണ്. ഒരു ബിസിനസ്സിനെ ശരിയായ ദിശയിൽ നയിക്കാൻ വേണ്ടി ഒരു ബിസിനസ്സിലെ ശരിയായ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുക. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശരിയായ മാർഗത്തിൽ കൂടി ശരിയായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ദിശയിൽ പ്രവർത്തിക്കുക. ഇതുവഴി എന്താണ്, ബിസിനസ്സിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും സത്യസന്ധതയും സുതാര്യതയും കൊണ്ടുവരിക. അതുവഴി ബിസിനസ്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നതാണ് ബിസിനസ്സിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട പങ്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പ്രധാനപ്പെട്ട ഡെഫിനിഷൻ, അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സിനെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നതെന്നാണ് പറയുന്നത്. ആസ് പെർ ദ ബിസിനസ് ഡിക്ഷണറി, business ethics is a system of moral principles applied in the commercial world. Business ethics is provide guidelines acceptable behavior by the organization in both their strategies formation and day-to-day operations. അതായത് വാണിജ്യ വ്യാപാര ലോകത്ത് ഒരു ബിസിനസ്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളെയും നിയമസംഹിതകളെയും ആണ് പ്രധാനമായിട്ടും ബിസിനസ് എത്തിക്സ് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഈ തരത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങൾ, ഈ രീതിയിലുള്ള ബിസിനസ് എത്തിക്സ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ ബിസിനസ്സിന് മുന്നോട്ട് പോകുവാൻ വേണ്ടിയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്കും വേണ്ടിയുള്ള ബിസിനസ്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ എന്താണ്, ശരിയായ രീതിയിലുള്ള പെരുമാറ്റവും വഴി ബിസിനസ്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഒരു ബിസിനസ് പ്രേമിനെ പ്രാപ്തമാക്കുന്ന ബിസിനസ്സിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, ബിസിനസ് എത്തിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ഒരു ബിസിനസ് ഓർഗനൈസേഷനെ ശരിയായ രീതിയിൽ വളർച്ച കൈവരിക്കുവാനും വേണ്ടി ബിസിനസ് ഓർഗനൈസേഷനിൽ നടപ്പിലാക്കിയിട്ടുള്ള ബിസിനസ് നിയമങ്ങളെയും അതുപോലെ തന്നെ തത്വങ്ങളെയുമാണ് പ്രധാനമായിട്ടും ബിസിനസ് എത്തിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ശരിയായ രീതിയിൽ നയിക്കുന്നതിനും വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനയുന്നതിനും വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ബിസിനസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ശരിയായ ദിശയിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പെരുമാറ്റ ചട്ടക്കൂട് സൃഷ്ടിച്ചെടുക്കുന്നതിനും ബിസിനസ്സിനെ സഹായിക്കുന്ന ഒന്നാണ് ബിസിനസ് എത്തിക്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി എന്തൊക്കെ തരത്തിലുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ബിസിനസ് എത്തിക്സ് കൊണ്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് ബിസിനസ് എത്തിക്സിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നേച്ചർ ഓഫ് ദി ബിസിനസ് എത്തിക്സ്. അതായത് അപ്പോൾ നമുക്ക് ചുരുക്കരൂപത്തിൽ പറയാം എന്താണ് ബിസിനസ് എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാണിജ്യ വ്യാപാര ലോകത്ത് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ശരിയായ ദിശയിൽ കൊണ്ടുവരുവാനും ശരിയായ രീതിയിൽ ബിസിനസ്സിൻ്റെ വളർച്ചയും ബിസിനസ്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങളെയും ഒരു കൂട്ടം തത്വങ്ങളെയുമാണ് നമ്മൾ പ്രധാനമായിട്ടും എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, ബിസിനസ് എത്തിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ബിസിനസ് എത്തിക്സ് ആണ് ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് നടക്കേണ്ടതെന്നും ബിസിനസ്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾ എങ്ങനെയാണ് ശരിയായ ദിശയിൽ നേടിയെടുക്കേണ്ടത് എന്നും അതിനു വേണ്ടിയുള്ള ബിസിനസ് തന്ത്രങ്ങൾ മെനയുന്നതിനും വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും അതുപോലെ തന്നെ ഒരു ബിസിനസ്സിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പെരുമാറ്റ ചട്ടക്കൂട് സൃഷ്ടിച്ചെടുക്കുന്നതും ഈ ഒരു ബിസിനസ് എത്തിക്സ് ആണ്. ഇനി എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാര്യം എന്താണ് ഇതിൻ്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് എത്തിക്സിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് എത്തിക്സ് ഈസ് എ സെറ്റ് ഓഫ് മോറൽ പ്രിൻസിപ്പിൾ അപ്ലൈഡ് ഇൻ ദി കൊമേഴ്ഷ്യൽ വേൾഡ്. അതായത് വ്യാപാര വാണിജ്യ ലോകത്ത് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിനെ ശരിയായ ദിശയിൽ കൊണ്ടുവരാനും ശരിയായ ദിശയിൽ നയിക്കുവാനും വേണ്ടിയുള്ള ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസിനെ അല്ലെങ്കിൽ ഒരു കൂട്ടം
തത്വങ്ങളെയും ഒരു കൂട്ടം നിയമസംഹിതകളെയുമാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ക്യാൻ ബി പ്രൊവൈഡ് ദ ഗൈഡ് ലൈൻസ് ഫോർ അക്സെപ്റ്റബിൾ ബിഹേവിയർ ഇൻ ദി സ്ട്രാറ്റജി ഫോർമുലേഷൻ ആൻഡ് ഡേ ടു ഡേ ഓപ്പറേഷൻ ദി ബിസിനസ് കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന് ശരിയായ ദിശയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ദൈനംദിന പ്രവർത്തന ചട്ടക്കൂടും അതുപോലെ തന്നെ എന്താണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായ ദിശയിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സാമൂഹികപരമായിട്ട് അംഗീകരിച്ചേക്കുന്ന ഒരു പെരുമാറ്റ ചട്ടക്കൂട് തന്ത്രവും രൂപവൽക്കരിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുവാൻ ബിസിനസ് എത്തിക്സിന് സാധിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ശരിയായ ദിശയിൽ എങ്ങനെയാണ് പോകേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള അതിനു വേണ്ടിയുള്ള ഒരു സമൂഹം പൊതുവായിട്ട് അംഗീകരിച്ചേക്കുന്ന ഒരു പെരുമാറ്റ ചട്ടക്കൂട് അല്ലെങ്കിൽ എന്താണ് ഒരു പെരുമാറ്റ തന്ത്രം രൂപവൽക്കരിക്കുന്നതിന് വേണ്ടിയും ബിസിനസ് ഓർഗനൈസേഷൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ശരിയായ ദിശയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുമുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാൻ വേണ്ടിയുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒന്നിനെയാണ് ബിസിനസ് എത്തിക്സ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ബിസിനസ് എത്തിക്സ് ഈസ് എ ബ്രാഞ്ച് ഈസ് applied ethics which examine various ethical and moral issues that may arise in a commercial environment എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് അവ ഉയർന്നു വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ വാണിജ്യ വ്യാപാര ലോകത്ത് ഉണ്ടാകാവുന്ന വ്യത്യസ്തമായിട്ടുള്ള ധാർമ്മിക പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ബിസിനസ് ലോകത്ത് അല്ലെങ്കിൽ വാണിജ്യ വ്യാപാര ലോകത്ത് ഒരു ബിസിനസ് ഓർഗനൈസേഷനെ ശരിയായ ദിശയിൽ നയിക്കേണ്ടത്, അതിന് വേണ്ടിയുള്ള ധാർമ്മിക മൂല്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ശരിയായ ദിശയിൽ വളരെയധികം വിശകലനം ചെയ്തുകൊണ്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു ധാർമ്മിക തത്വങ്ങളെയും അതുപോലെ തന്നെ ധാർമ്മിക നിയമങ്ങളെയുമാണ് പ്രധാനമായിട്ടും ബിസിനസ് എത്തിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ബിസിനസ്സിൻ്റെ വാണിജ്യ വ്യാപാര ലോകത്ത് പല രീതിയിലുള്ള ധാർമ്മിക വിഷയങ്ങളും ഉയർന്നു വന്നേക്കാം, അല്ലെങ്കിൽ ധാർമ്മിക പ്രശ്നങ്ങളും ഉയർന്നു വന്നേക്കാം. ഇവയൊക്കെ എങ്ങനെയാണ് തരണം ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ശരിയായ ദിശയിൽ മുന്നേറേണ്ടത്, ഇങ്ങനെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായ ദിശയിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു കൂട്ടം ധാർമ്മിക തത്വങ്ങളെയും ധാർമ്മിക നിയമങ്ങളും അടങ്ങുന്ന ഒരു ധാർമ്മിക മൂല്യങ്ങളെയാണ് പ്രധാനമായിട്ടും നമ്മൾ ബിസിനസ് എത്തിക്സ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും വാണിജ്യ വ്യാപാര ലോകത്ത് ബിസിനസ് ഓർഗനൈസേഷൻ ശരിയായ ദിശയിൽ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ ബിസിനസ് ഓർഗനൈസേഷന് ശരിയായ ദിശയിൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു. ബിസിനസ് എത്തിക്സ് ഇസ് ഇവാലുവേറ്റ് ദ മോറൽ ഒബ്ലിഗേഷൻസ് ഓഫ് എ ബിസിനസ് ടുവാർഡ് ഇറ്റ്സ് ഡിഫറൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ പ്രധാനമായിട്ടും എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടുള്ള ധാർമ്മിക ഉത്തരവാദിത്തങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ബിസിനസ്സിനെ സഹായിക്കുന്ന ഒന്നാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഓണറോടും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ എംപ്ലോയീസ്, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ക്രെഡിറ്റേഴ്സ്, ഡെപ്റ്റേഴ്സ്, കസ്റ്റമേഴ്സ്, അതുപോലെ തന്നെ ഗവൺമെൻറ്, അതുപോലെ തന്നെ സൊസൈറ്റി മുതലായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓരോരുത്തരോടുമുള്ള ബിസിനസ്സിൻ്റെ ധാർമ്മിക മൂല്യങ്ങളും ധാർമ്മിക കടപ്പാടുകൾ എന്തെന്നും ബിസിനസ്സിനെ ഓർമ്മപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അതനുസരിച്ചുകൊണ്ട് ബിസിനസ്സിന് ഒരു പെരുമാറ്റ ചട്ടക്കൂട് അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ബിസിനസ് ഓർഗനൈസേഷനെ സഹായിക്കുന്ന ഒന്നാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഈ ബിസിനസ് എത്തിക്സ് ഇസ് എസ്റ്റാബ്ലിഷ് ആൻ എത്തിക്കൽ കോഡ് ഫോർ ക്ലിയർലി സ്റ്റാർട്ടിങ് ദ ഡസ് ഓർ ഡസൻറ്റ് ഇൻ എ ബിസിനസ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ശരിയായ ദിശയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ധാർമ്മിക മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ബിസിനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനനുസരിച്ച് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒന്നാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൂടാ എന്ന് ബിസിനസ് ഓർഗനൈസേഷനെ ഓർമ്മപ്പെടുത്താൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ബിസിനസ് ഓർഗനൈസേഷനെ
സ്വയം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു കോഡ് ഓഫ് ബിഹേവിയറിനെയാണ് പ്രധാനമായിട്ടും നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, ബിസിനസ് എത്തിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി എന്തൊക്കെ തരത്തിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിസിനസ്സിൽ ധാർമ്മിക മൂല്യങ്ങൾ സ്ഥാപിക്കുന്നത് കൊണ്ടുള്ളത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഒന്നാമത്തെ കാര്യമാണ് ഇറ്റ് ഇൻക്ലൂഡ് മോറൽ വാല്യൂസ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ധാർമ്മിക മൂല്യങ്ങൾ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് പ്രധാനമായിട്ടും ബിസിനസ് എത്തിക്സിനുള്ളത്. പിന്നെ മറ്റൊരു കാര്യമാണ് ടു ഫെസിലിറ്റേറ്റ് ദ ബിസിനസ് കൺസേൺ, എസ്റ്റാബ്ലിഷ് ദ റൈറ്റ് ഗോൾസ്, സെലക്ടിങ് റൈറ്റ് വേ, മേക്കിംഗ് റൈറ്റ് ഡിസിഷൻ ആൻഡ് ഡൂയിങ് റൈറ്റ് ആക്ഷൻ സോ ആസ് ടു എൻഷുർ ഹോണസ്റ്റി ആൻഡ് ഫെയർനെസ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ്. ഒരു ബിസിനസ് ഓർഗനൈസേഷന് ശരിയായ ദിശയിൽ വിജയിക്കുവാൻ ആവശ്യമായിട്ടുള്ള ശരിയായ സ്ഥാപിത ലക്ഷ്യങ്ങൾ സ്ഥാപിച്ചെടുക്കുക, അതിനുവേണ്ടി ആ സ്ഥാപിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശരിയായ മാർഗ്ഗങ്ങൾ അവലംബിക്കുക. അതുകൂടാതെ തന്നെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ശരിയായ ദിശയിലുള്ള സ്ഥാപിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശരിയായ മാർഗ്ഗത്തിൽ കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ശരിയായ തീരുമാനങ്ങൾ എടുക്കുക. ഇതുകൂടാതെ ശരിയായ തീരുമാനങ്ങൾക്കനുസരിച്ച് ശരിയായ രീതിയിലുള്ള പ്രവർത്തന മികവും കാഴ്ചവെക്കുക. ഇതുവഴി എന്താണ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളിൽ ന്യായബോധവും അതുപോലെ തന്നെ സത്യസന്ധതയും ഉറപ്പുവരുത്തുവാൻ സാധിക്കും. ഈ ബിസിനസ് എത്തിക്സ് ബിസിനസ്സിൽ ഉപയോഗിക്കുന്നത് കൊണ്ട്, ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന കാര്യം ബിസിനസ്സിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ബിസിനസ് ഓർഗനൈസേഷന് ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടിയുള്ള ഒരു ശരിയായ ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കുവാനും ആ ലക്ഷ്യത്തിലേക്ക് ബിസിനസ്സിനെ എത്തുവാൻ വേണ്ടി ശരിയായ രീതിയിലുള്ള മാർഗ്ഗങ്ങളും ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ ബിസിനസ്സിൽ നടപ്പിലാക്കുവാനും അതനുസരിച്ചുകൊണ്ട് ബിസിനസ്സിൽ ശരിയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും സാധിക്കുന്നു. തൽഫലമായിട്ട് ബിസിനസ്സിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും, ബിസിനസ്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഓരോ പ്രവർത്തനങ്ങളിലും ന്യായബോധവും അതുപോലെ തന്നെ സത്യസന്ധതയും ഉറപ്പുവരുത്തുവാൻ സാധിക്കുന്നു. ഇനി മറ്റൊരു കാര്യമാണ് പറഞ്ഞേക്കുന്നത് ടു പ്രിവെൻറ്റ് ദ ബിസിനസ് ഹൗസസ് ഫോർ അച്ചീവിങ് ദ ഗോൾസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ബൈ സാക്രിഫൈസിങ് ഇൻട്രസ്റ്റ് ഓഫ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓക്കെ, അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനും അവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കുവാനും വേണ്ടി ബിസിനസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ആളുകളുടെ അധ്വാനവും അതിനുവേണ്ടി ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്നതാണ് ബിസിനസ് എത്തിക്സ് കൊണ്ട് ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ താല്പര്യ ലക്ഷ്യങ്ങൾ ശരിയായ രീതിയിൽ നേടിയെടുക്കുന്നതിന് വേണ്ടി ബിസിനസ് ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന മറ്റു പങ്കാളികളുടെ സ്വാർത്ഥ താല്പര്യങ്ങളെയും മറ്റ് താല്പര്യങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ സ്ഥാപിതമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് വരിക എന്നതാണ് ബിസിനസ് എത്തിക്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഇപ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻ്റെ മുതലാളിമാരായിട്ടുള്ള ആളുകൾക്ക് ബിസിനസ് ഓർഗനൈസേഷനെ ശരിയായ ദിശയിൽ കൂടി മുന്നോട്ട് കൊണ്ടുപോയി ലാഭത്തിലെത്തിക്കുക, അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷന് വലിയ രീതിയിൽ ഒരു സാമ്പത്തിക വളർച്ചയും സാമൂഹിക വളർച്ചയും കൈവരിക്കുക എന്നതൊക്കെ ആയിരിക്കും ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനുവേണ്ടി ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന എംപ്ലോയീസ്, ഗവൺമെൻറ്, കസ്റ്റമേഴ്സ്, അതുപോലെ തന്നെ എന്താണ് ഓണേഴ്സ്, എംപ്ലോയീസ് മുതലായിട്ടുള്ള ആളുകളുടെയൊക്കെയും സ്വാർത്ഥപരമായിട്ടുള്ള താല്പര്യങ്ങൾ പരിത്യജിച്ചുകൊണ്ട് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ ശരിയായ ദിശയിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഈ സ്ഥാപിത ലക്ഷ്യങ്ങളിലേക്ക് നേടിയെടുക്കുവാൻ വേണ്ടി ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നതാണ് ബിസിനസ് എത്തിക്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഹു വാണ്ട് ടു ഇൻവെസ്റ്റ് മണി ഇൻ ദി ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൽ പണം മുടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ സജ്ജമാക്കുക എന്നതാണ് പ്രധാനമായിട്ടും ബിസിനസ് എത്തിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു അവോയ്ഡ് ഡിസ്ക്രിമിനേഷൻ, ഹരാസ്മെൻറ്റ് ആൻഡ് ഇല്യൂസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദി വർക്ക് ഫോഴ്സ്. അതായത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ വളർച്ചയിലും ബിസിനസ് ഓർഗനൈസേഷൻ്റെ ലാഭത്തിലും അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നതിനും ബിസിനസ് ഓർഗനൈസേഷനെ സഹായിക്കുന്ന വർക്ക് ഫോഴ്സ് നേരിടുന്ന ഹരാസ്മെൻറ്റും അതുപോലെ തന്നെ ചൂഷണവും അതുപോലെ തന്നെ എന്താണ് അടിച്ചമർത്തലും അവസാനിപ്പിക്കുക. ബിസിനസ് ഓർഗനൈസേഷനിൽ ശരിയായ രീതിയിൽ വർക്ക് ഫോഴ്സിന് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബിസിനസ് അന്തരീക്ഷം കെട്ടിപ്പടുക്കുവാൻ ബിസിനസ് എത്തിക്സ് ബിസിനസ്സിനെ സഹായിക്കുന്നു. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു അവോയ്ഡ് ഓവർ എക്സ്പ്ലോട്ടേഷൻ ആൻഡ് മിസ്യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സ്. അതായത് നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള
റിസോഴ്സുകളെയും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതി വിഭവങ്ങളെയും തെറ്റായ രീതിയിൽ അമിതമായിട്ട് ചൂഷണം ചെയ്യുന്നതും തെറ്റായ രീതിയിൽ വിനിയോഗിക്കുന്നതും അവസാനിപ്പിക്കുവാൻ ബിസിനസ്സിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ കൊണ്ട് സാധിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, ടു മേക്ക് ബിസിനസ് ഓർഗനൈസേഷൻ മോർ റെസ്പോൺസിബിൾ ടുവാർഡ്സ് ദ സൊസൈറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. അതായത് സമൂഹത്തോടും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ പരിസ്ഥിതിയോടും കൂടുതൽ ഉത്തരവാദിത്വം ബിസിനസ് ഓർഗനൈസേഷനിൽ സൃഷ്ടിച്ചെടുക്കുവാൻ ബിസിനസ് എത്തിക്സ് കൊണ്ട് സാധിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ദ വർക്ക് ഓഫ് എൻവയോൺമെൻറ്റ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ വർക്കിംഗ് അന്തരീക്ഷത്തിൽ ശരിയായ രീതിയിലുള്ള അച്ചടക്കവും ശരിയായ രീതിയിലുള്ള സാമൂഹ്യ മര്യാദയും കൊണ്ടുവരുവാൻ ബിസിനസ് എത്തിക്സ് കൊണ്ട് ബിസിനസ്സിന് സാധിക്കുന്നു. ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എ ബിസിനസ്. ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദി ബിസിനസ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് എംപ്ലോയീസ് എന്ന് പറയുന്നതും എംപ്ലോയീസും മാനേജ്മെൻറ്റും തമ്മിലുള്ള ശരിയായ റിലേഷൻഷിപ്പ് ആവശ്യമാണ്. നല്ല രീതിയിലുള്ള ഒരു മാനേജ്മെൻറ്റും ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു എംപ്ലോയി മാനേജർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബിസിനസ് ഓർഗനൈസേഷൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ കൂടുതൽ ലാഭം ഉണ്ടാക്കുവാനും ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമത കൊണ്ടുവരുവാനും വേണ്ടി ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ഏകോപിപ്പിക്കുവാനും കാര്യക്ഷമതയുള്ളതാക്കി മാറ്റുവാനും സാധിക്കുകയുള്ളൂ. അതിനെന്താണ്, ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു മാനേജറിക്കൽ എംപ്ലോയീസ് റിലേഷൻഷിപ്പ് ആവശ്യമാണ്. ഇത് ബിൽഡപ്പ് ചെയ്തെടുക്കുവാൻ അല്ലെങ്കിൽ ഇത് സൃഷ്ടിച്ചെടുക്കുവാൻ എംപ്ലോയീസും മാനേജ്മെൻറ്റും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു സൗഹാർദ്ദം വളർത്തിയെടുക്കുവാൻ ബിസിനസ് എത്തിക്സ് കാരണമായി മാറുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ടു അവോയ്ഡ് അൺഹെൽത്തി കോമ്പറ്റീഷൻ, അൺഫെയർ പ്രൈസിങ് ആൻഡ് പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. അതായത് ബിസിനസ്സിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ കൊണ്ട് കൺസ്യൂമേഴ്സായിട്ടുള്ള ആളുകൾക്ക് അനവധി നേട്ടങ്ങളാണുള്ളത്. കൺസ്യൂമേഴ്സായിട്ടുള്ള ആളുകൾക്ക് ന്യായമായ വിലയിൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതിന് ബിസിനസ് എത്തിക്സ് കാരണമായി മാറുന്നു. ഇതുകൂടാതെ തന്നെ കൺസ്യൂമേഴ്സായിട്ടുള്ള ആളുകളുടെ താല്പര്യങ്ങളെയും അവരുടെ അവകാശങ്ങളെയും സംരക്ഷിച്ച് നിർത്തുവാനും അവരോട് ബിസിനസ്സിൻ്റെ പ്രതിബദ്ധതയെ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാനും ബിസിനസ്സിനെ സഹായിക്കുന്ന ഒന്നാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ തന്നെ ബിസിനസ്സുകാരുടെ ഇടയിൽ ഉണ്ടാകുന്ന അൺഹെൽത്തി അല്ലാത്ത ആരോഗ്യപരമല്ലാത്ത മത്സരങ്ങളെയും അതുപോലെ തന്നെ മത്സര നേട്ടങ്ങളെയും ഇല്ലാതാക്കി മാറ്റുവാൻ ബിസിനസ് എത്തിക്സ് സഹായിക്കുന്നു. അതായത് തെറ്റായ രീതിയിലുള്ള മത്സര നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻസിനെയും അതുപോലെ തന്നെ ബിസിനസ്സുകാർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അന്യായമായ വിലയ്ക്ക് വിൽക്കുന്നതിനെയും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സായിട്ടുള്ള ആളുകളുടെ താല്പര്യങ്ങളെയും അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നതും ബിസിനസ് എത്തിക്സ് മൂലം തടയുവാൻ സാധിക്കുന്നു. ഇങ്ങനെ ബിസിനസ്സിൻ്റെ ചുറ്റുപാടുമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ധാർമ്മിക മൂല്യം, ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ബിസിനസ്സിൽ വളർത്തിയെടുക്കുവാൻ ബിസിനസ് എത്തിക്സ് ബിസിനസ്സിനെ സഹായിക്കുന്നു. ഇനി എന്തൊക്കെ തരത്തിലുള്ള ഇമ്പോർട്ടൻസ് ആണ് പ്രധാനമായിട്ടും ബിസിനസ് എത്തിക്സിൽ നിന്ന് ഉള്ളതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.